ഹലോ സ്റ്റുഡൻസ്, നമ്മൾ 11th ക്ലാസ്സിലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ പഠിക്കുന്നത് ലിവിങ് ഓർഗാനിസംസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതേപോലെ അവർ ഫൈനലി എത്തിയിരിക്കുന്ന ഡിഫറെന്റ് ഗ്രൂപ്പ്സും നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വളരെ പണ്ട് മുതൽക്ക് നമ്മുടെ ആൻസസ്റ്റേഴ്സ് ഒക്കെ സെഞ്ചുറീസ് ബാക്ക് ലിവിങ് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അന്നൊന്നും അതിനൊരു സയന്റിഫിക് ബേസിസ് ഉണ്ടായിരുന്നില്ല, ഒരു സയന്റിഫിക് ക്രൈറ്റീരിയ ഫോളോ ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നില്ല അത്. അന്ന് ലിവിങ് ഓർഗാനിസംസിനെ അവർ ക്ലാസിഫൈ ചെയ്തിരുന്നത് ഓർഗാനിസത്തിന്റെ യൂസ് വെച്ചിട്ടാണ്. അന്ന് ലിവിങ് ഓർഗാനിസംസിനെ അവർ യൂസ് ചെയ്ത് എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും? ഫുഡിന് വേണ്ടിയിട്ട്, ഷെൽട്ടറിന് വേണ്ടിയിട്ട്, ക്ലോത്തിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ അവര് ലിവിങ് ഓർഗാനിസംസിനെ തരംതിരിക്കുകയാണ്, ക്ലാസിഫിക്കേഷൻ അല്ലെ, തരംതിരിച്ചു വെച്ചു. ഇന്ന ഗ്രൂപ്പ് ഫുഡിന് വേണ്ടിയിട്ട്, ഇന്ന ഗ്രൂപ്പ് ക്ലോത്തിങ്ങിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അരിസ്റ്റോട്ടലിനെ കുറിച്ചാണ്. അരിസ്റ്റോട്ടലിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈസ് ദ ഫാദർ ഓഫ് ബയോളജി, അല്ലെ? അരിസ്റ്റോട്ടിൽ വാസ് ദ ഫസ്റ്റ് ടു അറ്റംപ്റ്റ് എ മോർ സയന്റിഫിക് അപ്രോച്ച് ടു ക്ലാസിഫിക്കേഷൻ. കുറച്ചെങ്കിലും ഒരു സയന്റിഫിക് ബേസിസിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയത് അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം ഓർഗാനിസംസിന്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ അപ്പിയറൻസ് കണ്ടുകൊണ്ട്, അല്ലെ? എക്സ്റ്റേണൽ അപ്പിയറൻസ്, ദാറ്റ് ഈസ് മോർഫോളജി, എക്സ്റ്റേണൽ ഫീച്ചർ ഓഫ് ആൻ ഓർഗാനിസം. അപ്പൊ അത് നോക്കി അതിലെ സിമിലാരിറ്റീസും ഡിഫറൻസസും ഒക്കെ നോക്കി അദ്ദേഹം ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. അങ്ങനെ പ്ലാന്റ്സിനെ അദ്ദേഹം 3 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പ്ലാന്റ്സ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു 3 ഗ്രൂപ്പ്സ്. ഏതൊക്കെയാണ്? ട്രീസ്, ഹെർബ്സ് ആൻഡ് ഷ്രബ്സ്, അല്ലെ? അങ്ങനെ 3 ഗ്രൂപ്പ്സ്. അതേപോലെ ആനിമൽസിലും അദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. മെയിൻ ആയിട്ടും ആനിമൽസിനെ അദ്ദേഹം 2 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദോസ് ആനിമൽസ് വിത്ത് റെഡ് ബ്ലഡ് ഉള്ള ആനിമൽസ്, RBC ഉള്ള ആനിമൽസ്, അവരെ അദ്ദേഹം എനൈമ എന്നാണ് വിളിച്ചത്, എനൈമ. ആൻഡ് ദോസ് ആനിമൽസ് വിത്തൗട്ട് റെഡ് ബ്ലഡ്, RBC ഇല്ലാത്തവർ, അവരെ അദ്ദേഹം ആനിമ എന്നും വിളിച്ചു. ചില റെഫറൻസ് ബുക്സിൽ അനൈമ എന്നും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ആട്ടെ, പണ്ടത്തെ ക്ലാസിഫിക്കേഷൻ അല്ലേ, കിട്ടും. ഇതാണ് ഈ അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതവിടെ തീർന്നു. പിന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസിന്റെ ഇവല്യൂഷനെ കുറിച്ചിട്ടാണ്. അതായത് ഡിഫറെന്റ് ടൈം പീരീഡ്സിൽ നമ്മൾ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ആണ് ഫോളോ ചെയ്തിരുന്നത്. അതായത് ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, പണ്ട് കാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആയിരുന്നു. പിന്നെ അത് കോംപ്ലക്സ്ഡ് ആയി. അതായത് ലിവിങ് ഓർഗാനിസംസിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കി, കൂടുതലായിട്ട് പഠിച്ചു, എന്നിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തി. എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ക്ലാസിഫിക്കേഷൻ നടത്തണം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ പിന്നെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ആൻഡ് ഫൈനലി നമ്മളിപ്പോൾ ഒരു അഡ്വാൻസ്ഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ ഇവല്യൂഷനെ കുറിച്ചാണ്. ഹൗ ദ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ഇവോൾവ്ഡ് ഓവർ ടൈം, അല്ലെങ്കിൽ എങ്ങനെയാണ് കിങ്ഡം കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് നമുക്ക് നോക്കാം. ലിവിങ് വേൾഡിൽ നമ്മൾ കിങ്ഡംസ് ആണ് ആദ്യം പറയുക, അല്ലെ? ഈ കിങ്ഡം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് ഈ കിങ്ഡം കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് നമുക്ക് നോക്കാം. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരോളസ് ലിനേയസിലാണ്. ഇദ്ദേഹത്തെ കുറിച്ചും നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്, അല്ലെ? കാരോളസ് ലിനേയസിനെ നമുക്ക് ടാക്സോണമിയിൽ നിന്ന് മാറ്റി വയ്ക്കാനായിട്ട് പറ്റത്തില്ല. ടാക്സോണമിയുടെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് കാരോളസ് ലിനേയസ് ആണ്, അല്ലെ? ഓക്കെ, ഇദ്ദേഹം ദ ഹോൾ ലിവിങ് ഓർഗാനിസംസിനെ 2 മെയിൻ കിങ്ഡംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഇനീഷ്യലി വി ഹാഡ് ഓൺലി 2 കിങ്ഡംസ്. ദേ ആർ കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. അങ്ങനെ 2 കിങ്ഡംസ് ആദ്യം ഉണ്ടാകുന്നു. ആരാണ് ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്? കാരോളസ് ലിനേയസ്. 2 കിങ്ഡംസ്, അല്ലെ? അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ലിവിങ് ഓർഗാനിസംസ് ഒക്കെ ഒന്നുകിൽ കിങ്ഡം പ്ലാന്റേ വരും, അല്ലെങ്കിൽ കിങ്ഡം അനിമേലിയ വരും, അല്ലേ? അങ്ങനെയല്ലേ? അത് ശരിയല്ലല്ലോ. അതെങ്ങനെ ശരിയാവും? ഇപ്പോൾ നമുക്കറിയാം ഈ 2 കിങ്ഡത്തിലും പെടാത്ത, ഈ 2 കാറ്റഗറിയിലും ഫിറ്റ് ആകാത്ത ലിവിങ് ഓർഗാനിസംസ് ഉണ്ടല്ലേ? അതായത് നമ്മുടെ ബാക്ടീരിയ നമുക്ക് പ്ലാന്റയിലും അനിമേലിയയിലും കൊണ്ടിടാൻ പറ്റത്തില്ല. അതേപോലെ ഫംഗസ് പ്ലാന്റയിൽ കൊണ്ടിടാൻ പറ്റത്തില്ല, അനിമേലിയയിലും കൊണ്ടിടാൻ പറ്റത്തില്ല. പ്രൊട്ടിസ്റ്റ്
അല്ലെ? ഇവരെ ഒന്നും നമുക്ക് ഈ 2 ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അവരെയൊക്കെ അന്നേരം എന്ത് ചെയ്തു? തമ്പുരാന് മാത്രം അറിയാം. അപ്പോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ഞാൻ പറയാം. ലിമിറ്റേഷൻസിലേക്ക് വരുന്നതിന് മുന്നേ അന്ന് 2 കിങ്ഡംസേ ഉള്ളൂ. അപ്പൊ ഈ 2 കിങ്ഡംസിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ ലിവിങ് ഓർഗാനിസംസ് ഒക്കെ കുത്തി നിറച്ച് വെച്ചത് നമുക്ക് നോക്കാം. കിങ്ഡം പ്ലാന്റയിൽ ഉൾപ്പെട്ടിരുന്നവര് ബാക്ടീരിയ, ആൽഗെ, സ്ലൈമോഡ്സ്, ഫ്ലജലേറ്റഡ് ഫംജൈ, ട്രൂ ഫംജൈ, ബ്രയോഫൈറ്റ്സ് ആൻഡ് വാസ്കുലാർ പ്ലാന്റ്സ്. ഇത്രയും ആൾക്കാരാണ് കിങ്ഡം പ്ലാന്റയിൽ ഉൾപ്പെട്ടിരുന്നത്. നോക്ക്, നമ്മുടെ ബാക്ടീരിയയും ഫംഗസും ഒക്കെ ആസ് പെർ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്ലാന്റയിൽ വന്നു. സമ്മതിച്ചു കൊടുക്കും നമ്മളിപ്പം? ഇല്ല. പക്ഷെ അന്ന് അങ്ങനെയായിരുന്നു. ആൻഡ് കിങ്ഡം ആനിമേലിയയിൽ വന്നവര് പ്രോട്ടോസോവൻ, സ്പോഞ്ചസ് ആൻഡ് മൾട്ടി സെല്ലുലാർ ആനിമൽസ്. They are included under kingdom Animalia. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ല ഇത്, അല്ലേ? പ്രോപ്പർ ആയിട്ടുള്ള ഒരു സയന്റിഫിക് ക്രൈറ്റീരിയ ഫോളോ ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ല, ഒരു ബ്ലൈൻഡ് അപ്രോച്ച്, ജസ്റ്റ് സിമ്പിൾ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സിമ്പിൾ ഫീച്ചേഴ്സ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണിത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായത്. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് യെറ്റ് we have used this classification for a long period of time. ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടും ഒരു കുഴപ്പം പിടിച്ച ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആയിട്ടുകൂടി ഒരുപാട് കാലം നമ്മൾ യൂസ് ചെയ്തിരുന്ന, നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൂടിയാണിത്. ബിക്കോസ് ദിസ് ക്ലാസിഫിക്കേഷൻ സീംസ് ടു ബി വെരി സിമ്പിൾ, അല്ലേ? ഓൺലി 2 കിങ്ഡംസ്, അത്ര മാത്രം പഠിച്ചാൽ മതിയല്ലോ. അപ്പൊ എന്തായിരുന്നു ഈ ക്ലാസിഫിക്കേഷന്റെ ലിമിറ്റേഷൻസ്? ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ലിമിറ്റേഷൻസ് ഞാൻ അതേപോലെ തന്നെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, ദ സിസ്റ്റം ഡിഡ് നോട്ട് ഡിഫറൻഷിയേറ്റ് പ്രൊകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. പ്രൊകാരിയോട്ടിക് സെല്ലിനെയും യൂകാരിയോട്ടിക് സെല്ലിനെയും ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തില്ല. സി 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കിങ്ഡം പ്ലാന്റയിൽ ബാക്ടീരിയ, നമുക്കറിയാം ബാക്ടീരിയ പ്രൊകാരിയോട്ടിക് സെല്ലാണ്, അല്ലേ? അത് മറ്റേ യൂകാരിയോട്സിന്റെ കൂടെയാണ് കിടക്കുന്നത് ആസ് പെർ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രൊകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. എന്താ പ്രൊകാരിയോട്ട് യൂകാരിയോട്ട് എന്ന് പറഞ്ഞാൽ? പ്രൊകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ എ സെൽ വിതൗട്ട് എ ഡെഫിനിറ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ. യൂകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ എ സെൽ വിത്ത് എ ഡെഫിനിറ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ, അല്ലേ? അപ്പോൾ പ്രൊകാരിയോട്സും യൂകാരിയോട്സും കൂടെ മിക്സ് ചെയ്താണ് കിടന്നത്. ആൻഡ് അതേപോലെ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തില്ല. നമുക്കറിയാം ലിവിങ് വേൾഡിൽ ചില ഓർഗാനിസംസ് യൂണിസെല്ലുലാർ ആണ്, സിംഗിൾ സെല്ല് മാത്രമേ ഉള്ളൂ. ചില ഓർഗാനിസംസ് മൾട്ടി സെല്ലുലാർ ആണ്, അവർക്ക് ഒരുപാട് സെൽസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലരിൽ സെൽസ് ചേർന്ന് ടിഷ്യൂസ് ഫോം ചെയ്തിട്ടുണ്ട്, ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസും ഓർഗൻ സിസ്റ്റംസും ഒക്കെ ഫോം ചെയ്തിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. ഇതൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിരുന്നില്ല ആസ് പെർ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും മിക്സ്ഡ് ആയിട്ടാണ് വന്നത്. And it did not differentiate prokaryotic and prokaryotic already പറഞ്ഞില്ല, photosynthetic and non photosynthetic organisms. അതായത് photosynthetic ആയിട്ടുള്ള ആൽഗെ പോലുള്ള ഓർഗാനിസംസും ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഫംഗസ്, അല്ലെ? ഇവരെ ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിരുന്നത്, ഇവരെല്ലാം ഒറ്റ ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിരുന്നത് പണ്ട്, അന്ന്. ഓക്കെ, and this system seems to be inadequate for those organisms that did not fit into either. ഈ 2 കാറ്റഗറിയിലും പെടാത്ത ഓർഗാനിസംസ് ഉണ്ടല്ലേ, ഈ 2 കാറ്റഗറിയിലും ഫിറ്റ് ആകാത്ത ഓർഗാനിസംസ്. അപ്പോൾ അത് നോക്കിക്കഴിയുമ്പോൾ, അങ്ങനെ വെച്ച് നോക്കിയാൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഅഡിക്വേറ്റ് ആണ്, അല്ല? ഇതൊരു നല്ല ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അല്ല, പിൽക്കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പോരാ, ഇത് ശരിയാവില്ല, കുറച്ചുകൂടെ നല്ല ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നമുക്ക് വേണം. സോ ദർ ഈസ് എ നീഡ് ഫോർ ബെറ്റർ ക്ലാസിഫിക്കേഷൻ. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ക്യാരക്ടറിസ്റ്റിക്സ് കൺസിഡർ ചെയ്യുന്നു, കുറെ കൂടെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അതായത് ഒരു പ്രോപ്പർ സയന്റിഫിക് ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. നമ്മുടെ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ നമ്മളൊന്ന് ചേഞ്ച് ചെയ്തു. മോർഫോളജി മാത്രം പോരാ, മോർഫോളജി മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സും അതേപോലെ റീപ്രൊഡക്ഷൻ മെത്തേഡ്സും ഫൈലോജനി എന്ന് പറഞ്ഞാൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ എവല്യൂഷണറി ഹിസ്റ്ററി എന്ന് പറയും. അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ വേണം തീരുമാനിക്കുന്നു. അങ്ങനെ താഴെ കൊടുത്തിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് വരുന്നു. സോ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അഡീഷണൽ ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് നോക്കിക്കോ. സെൽ സ്ട്രക്ചർ, നേച്ചർ ഓഫ് ദ സെൽ വോൾ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഹാബിറ്റാറ്റ്, മെത്തേഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് എവല്യൂഷണറി റിലേഷൻഷിപ്സ് ഓർ ഫൈലോജനി. ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ക്ലാസിഫിക്കേഷൻ നടത്താൻ എന്ന് പിൽക്കാലത്ത് നമ്മൾ തീരുമാനിക്കുന്നുണ്ട്, നമ്മൾ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ക്രൈറ്റീരിയ ഓഫ് ക്ലാസിഫിക്കേഷൻ?
a scientific criteria of classification. This is very very important. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ സെക്കൻഡ് പാരഗ്രാഫിൽ ഇത് പറയുന്നുണ്ട്. സെൽ സ്ട്രക്ചർ, നേച്ചർ ഓഫ് ദ സെൽ വോൾ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഹാബിറ്റാറ്റ്, റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ആൻഡ് ഇവല്യൂഷണറി റിലേഷൻഷിപ്സ് ഓർ phylogeny. ഇത്രയും കാര്യങ്ങൾ. And that led to the development of new classification systems. Okay, all right. ഇനി നമ്മൾ പോകുന്നത് 3 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്കാണ്. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഈ കിങ്ഡം കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ല ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ഇവോൾവ് ചെയ്ത് വന്നത് എന്ന കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷന് ശേഷം നമുക്ക് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. അപ്പോൾ ഇതിൽ എത്ര കിങ്ഡംസ് ഉണ്ടാവും? 3 കിങ്ഡംസ് ഉണ്ടാവും അല്ലേ. ഓൾറെഡി നമുക്ക് കിങ്ഡം പ്ലാന്റേയും കിങ്ഡം അനിമേലിയയും ഉണ്ടല്ലേ. അതിന്റെ കൂടെ നമ്മൾ ഒരു കിങ്ഡം കൂടെ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കിങ്ഡം പ്രോട്ടോട്ടിസ്റ്റ അല്ലെങ്കിൽ കിങ്ഡം പ്രോട്ടിസ്റ്റ. ഇപ്പോഴത്തെ നമ്മുടെ പ്രോട്ടിസ്റ്റ ഇതാണ് 3ാമത്തെ കിങ്ഡം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തേ? ഇവിടെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ചില പോരായ്മകളൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചു. ഇവിടെ നമ്മൾ കിങ്ഡം പ്ലാന്റയിൽ കിടന്നിരുന്ന ബാക്ടീരിയനെയും ഫംഗസിനെയും ഒക്കെ എടുത്ത് മാറ്റിയിട്ട് പുതുതായിട്ട് ഫോം ചെയ്ത, അതായത് പുതുതായിട്ടൊരു കിങ്ഡം ഫോം ചെയ്ത് എന്നിട്ട് അതിലേക്ക് കൊണ്ടിട്ടു. അതെവിടെ ചെയ്തേ? സോ ബാക്ടീരിയ, ആൽഗെ, സ്ലൈമോൾസ്, ഫ്ലാജലേറ്റഡ് ഫഞ്ച്, ട്രൂ ഫഞ്ച്, ഇവരൊക്കെ കിങ്ഡം പ്ലാന്റയിലാണ് കിടന്നിരുന്നത്. അവിടെ നിന്ന് ഇവരെ എടുത്ത് പ്രോട്ടോട്ടിസ്റ്റയിൽ കൊണ്ടിട്ടു. അതേപോലെ കിങ്ഡം ആനിമേലിയയിൽ കിടന്ന പ്രോട്ടോസോവൻസിനെയും സ്പോഞ്ചസിനെയും എടുത്ത് പ്രോട്ടോട്ടിസ്റ്റയിൽ കൊണ്ടിട്ടു. സോ ഒരു സോർട്ടിങ് നടന്നു അല്ലേ, കുറച്ചുകൂടെ നല്ലൊരു സോർട്ടിങ് നടന്നു. ഓക്കെ, അപ്പൊ 3 കിങ്ഡംസ്. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ജോൺ ഹോഗ് ആൻഡ് എർണസ്റ്റ് ഹെക്കൽ, ഈ 2 സയന്റിസ്റ്റ് ചേർന്നിട്ടാണ്. അടുത്തത് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ആഫ്റ്റർ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇത് പ്രപ്പോസ് ചെയ്തത് കോപ്ലാൻഡ് ആണ്. ഓക്കെ, 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇതിൽ എത്ര കിങ്ഡംസ് ഉണ്ട്? 4 കിങ്ഡംസ് ഉണ്ട്. ഓൾറെഡി നമുക്ക് ഏതൊക്കെ കിങ്ഡംസ് ഉണ്ട് നിലവിൽ? കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ ആൻഡ് കിങ്ഡം പ്രോട്ടോട്ടിസ്റ്റ. പുതുതായിട്ട് വന്ന കിങ്ഡം, പുതുതായിട്ട് ആഡ് ചെയ്ത കിങ്ഡം മുനീറ. ഇവിടെ നമ്മൾ എന്താ ചെയ്ത്? വീണ്ടും സോർട്ടിങ് കണ്ടിന്യൂ ചെയ്തു. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ കിടന്ന ബാക്ടീരിയനെ സെപ്പറേറ്റ് ചെയ്ത് മുനീറയിൽ കൊണ്ടിട്ടു. ബാക്ടീരിയയ്ക്ക് മാത്രമായിട്ടൊരു കിങ്ഡം അപ്പോൾ വരുവാണ്, കിങ്ഡം മുനീറ. ഓക്കെ, അപ്പൊ സോർട്ടിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 5 കിങ്ഡം കോൺസെപ്റ്റ്. ഇത് ആരാണ് പ്രപ്പോസ് ചെയ്തത്? R.H. വിറ്റാക്കർ, റോബർട്ട് എച്ച് വിറ്റാക്കർ. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, 9th ക്ലാസ് ഓൺവേർഡ്സ് നിങ്ങൾ പഠിക്കുന്ന ക്ലാസിഫിക്കേഷൻ അല്ലെ. ലിവിങ് ഓർഗാനിസംസിനെ 5 കിങ്ഡംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അത് ഡിവൈഡ് ചെയ്തത് ആരാണ്? R.H. വിറ്റാക്കർ, റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന സയന്റിസ്റ്റ് ആണ് ഇൻ 1969. ഓക്കെ, അപ്പോൾ ആസ് പെർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഹൗ മെനി കിങ്ഡംസ് വി ഹാവ് 5 കിങ്ഡംസ്. ഏതൊക്കെയാണത്? കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചെ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. അപ്പോൾ ഓൾറെഡി നമുക്ക് 4 കിങ്ഡംസ് ഉണ്ടായിരുന്നു ഇതിനു മുന്നേ അല്ലേ. 4 കിങ്ഡംസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ട കിങ്ഡം ഏതാണ്? കിങ്ഡം ഫഞ്ചെ. അതായത് ഫംഗസിനെ എടുത്ത് നമ്മൾ ഇതിലേക്ക് കൊണ്ടിട്ട് അല്ലേ. കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള സോർട്ടിങ് നടന്നു. അതായത് പ്രോപ്പർ ആയിട്ട് ഓർഗാനിസംസിനെ അവരുടെ ഗ്രൂപ്പ്സിലോട്ട് നമ്മൾ എത്തിച്ചു ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വഴി എന്ന് വേണം പറയാൻ. അപ്പോൾ വിറ്റാക്കറിന്റെ 5 കിങ്ഡംസ് ഏതൊറക്കത്തിൽ ചോദിച്ചാലും അറിയാമായിരിക്കണം ഏതൊക്കെയാണ് 5 കിങ്ഡംസ് എന്ന്. മുനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റേ, അനിമേലിയ. മുനീറയിൽ വരുന്ന ആരാണ്? സിംഗിൾ സെല്ലുലാർ, യൂണിസെല്ലുലാർ, പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ്. അപ്പോൾ യൂണിസെല്ലുലാർ ആയിട്ടുള്ള പ്രോകാരിയോട്സിന് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു കിങ്ഡം തന്നെയും കൊടുത്തല്ലേ. ഏത് കിങ്ഡം ആണത്? കിങ്ഡം മുനീറ. പിന്നെ പ്രോട്ടിസ്റ്റ ഓൺവേർഡ്സ് എല്ലാ ഓർഗാനിസംസും യൂകാരിയോട്സ് ആണ്. അതായത് ബാക്കി 4 കിങ്ഡത്തിലും ഉൾപ്പെട്ടിരിക്കുന്നത് യൂകാരിയോട്സ് ആണ്. ഓക്കെ, പ്രോട്ടിസ്റ്റ കൺസിസ്റ്റ് ഓഫ് യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആൻഡ് ഫഞ്ചെ, കിങ്ഡം ഫഞ്ചെ കൺസിസ്റ്റ് ഓഫ് ബോത്ത് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ. മെജോറിറ്റി ആർ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്. പക്ഷെ ചിലരൊക്കെ യൂണിസെല്ലുലാറും ആണ്, നിങ്ങൾ ഇനി പഠിക്കും. അപ്പോൾ യൂണിസെല്ലുലാർ ഓർ മൾട്ടിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ്, യൂകാരിയോട്ടിക് ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ്. എന്താണ് ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ? ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ന്യൂട്രീഷൻ അല്ലേ. അതാണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. അടുത്ത 2 കിങ്ഡംസ്, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. ഇതിൽ രണ്ടിലും പെടുന്നത് മൾട്ടി സെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് തന്നെയാണ്. പക്ഷേ കിങ്ഡം പ്ലാന്റേ ആർ എക്സ്ക്ലൂസീവ്ലി ഫോട്ടോസിന്തറ്റിക്, ദേ ആർ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് അല്ലേ. ആൻഡ് കിങ്ഡം അനിമേലിയ അതിൽ വരുന്നത് ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് ആണ്. ദേ ആർ ഹെറ്ററോട്രോഫിക്. ഓക്കെ,
അപ്പോൾ 1969 വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തു ആൻഡ് 1970 ഓൺവേർഡ്സ് നമ്മൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. സ്റ്റിൽ വി യൂസ് ദ സെയിം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വിത്ത് സം മോഡിഫിക്കേഷൻസ്. ഓക്കെ, ഇപ്പോഴും നമ്മൾ വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിരുന്നു, ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്തിരുന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളില്ലേ, അത് തന്നെ. അങ്ങനെ ഒരു പ്രോപ്പർ സയന്റിഫിക് ക്രൈറ്റീരിയ ഫോളോ ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ. സോ ലെറ്റ്സ് സീ ദ ക്രൈറ്റീരിയ ഹി യൂസ്ഡ് ഫോർ ക്ലാസിഫിക്കേഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ക്ലാസിഫിക്കേഷനിൽ കൺസിഡർ ചെയ്തതെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. സെൽ സ്ട്രക്ചർ, സെല്ലിന്റെ സ്ട്രക്ചർ, പ്രോക്യാരിയോട്ടിക് സെല്ലാണോ യൂക്യാരിയോട്ടിക് സെല്ലാണോ? ഓക്കെ, ദെൻ ബോഡി ഓർഗനൈസേഷൻ, എങ്ങനെയാണ് ആ ഓർഗാനിസത്തിന്റെ ബോഡി പാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്? അത് സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം ആണോ അതോ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണോ? ആൻഡ് മോഡ് ഓഫ് ന്യൂട്രീഷൻ കൺസിഡർ ചെയ്തല്ലേ. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആണോ ഓർഗാനിസം ഫോളോ ചെയ്യുന്നത് ഓർ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ആണോ ഫോളോ ചെയ്യുന്നത്? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഓർ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. പിന്നെ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ്, എന്ത് മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ആ ഓർഗാനിസം ഫോളോ ചെയ്യുന്നത്? എസെക്ഷൽ ആണോ സെക്ഷൽ ആണോ അതോ രണ്ടും ഉണ്ടോ? അങ്ങനെയൊക്കെ. ദെൻ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫൈലോജനി എന്ന് പറഞ്ഞാൽ ഇവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് ആൻ ഓർഗാനിസം, ഇവല്യൂഷണറി ഹിസ്റ്ററി അല്ലെങ്കിൽ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ഫൈലോജനറ്റിക് ട്രീ എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ട്രീ പോലെ കാണാൻ പറ്റും. ഒരു ട്രീ നമ്മൾ വരച്ചു, അതിൽ കുറേ ബ്രാഞ്ചസ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണെന്നല്ലേ. ആൻഡ് ഇതിനൊരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ലിവിങ് ഓർഗാനിസംസ് എല്ലാം, ഇപ്പം ബാക്ടീരിയ ആണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും ഫംഗസ് ആണെങ്കിലും അനിമൽസ് ആണെങ്കിലും ആരായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ആൻഡ് വി ഓൾ ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം എ കോമൺ ആൻസെസ്റ്റർ. അതാണ് ഫൈലോജനറ്റിക് ട്രീയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതായത് ലിവിങ് ഓർഗാനിസംസിന്റെ കണക്ഷൻ, അവർ കണക്റ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനോടുകൂടി നമ്മൾ ലിവിങ് ഓർഗാനിസംസിന്റെ ക്ലാസിഫിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തോ? ഇല്ല. ഇദ്ദേഹത്തിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പിൽക്കാലത്ത് നമ്മളൊരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തുന്നു. അതിനെ മോഡിഫൈ ചെയ്ത് 6 കിങ്ഡം കോൺസെപ്റ്റ് അല്ലെങ്കിൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആക്കി മാറ്റുന്നു. ഇത് പ്രപ്പോസ് ചെയ്യുന്നത് കാൾ വോയ്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ മാത്രമല്ല, കാൾ വോയ്സ് ആൻഡ് ഹിസ് കൊളീഗ്സ് ഇൻ 1980, കാൾ വോയ്സ് എറ്റോൾ എന്ന് പറയാം. ഓക്കെ, എന്താ ചെയ്തേ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തു, അതിനെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആക്കി മാറ്റി. അപ്പോൾ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു കോൺസെപ്റ്റ് പറഞ്ഞതുകൊണ്ടാണ്, ഒരു കോൺസെപ്റ്റ് വന്നതുകൊണ്ടാണ്. ആ കോൺസെപ്റ്റ് പറയുന്നതും കാൾ വോയ്സും അദ്ദേഹത്തിന്റെ കൊളീഗ്സും കൂടെ ചേർന്നിട്ടാണ്. അതിനെ നമ്മൾ 3 ഡൊമൈൻ കോൺസെപ്റ്റ് എന്ന് പറയും. കാൾ വോയ്സ് ആണ് 3 ഡൊമൈൻ കോൺസെപ്റ്റിനെ ചേർത്ത് നമ്മൾ പറയുക. 3 ഡൊമൈൻ കോൺസെപ്റ്റ് ഓർ 3D ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഫൈലോജനറ്റിക് ട്രീ ഓഫ് ലൈഫ് എന്നൊക്കെ വിളിക്കാം. എന്താണ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ? ഡൊമൈൻ ഈസ് ദ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ എബവ് കിങ്ഡം. കിങ്ഡത്തിന് മുകളിലുള്ള ക്ലാസിഫിക്കേഷൻ ലെവലാണ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചവർക്കറിയാം, കിങ്ഡം ഇസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. ഏറ്റവും താഴെ കിടക്കുന്ന സ്പീഷീസ് ആണ് അല്ലേ. കിങ്ഡം ഇസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. അതിൽ താഴോട്ടാണ് മറ്റ് കാറ്റഗറീസ് ഒക്കെ വരിക. അപ്പം കിങ്ഡത്തിന് മുകളിലുള്ള ഒരു ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ, അതാണ് ഡൊമൈൻ. അങ്ങനെയാകുമ്പോൾ ഈ 3D കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ലിവിങ് ഓർഗാനിസംസിനെ നമുക്ക് 3 ഡൊമൈനിൽ കാറ്റഗറൈസ് ചെയ്യാം, 3 ഡൊമൈനിൽ ഗ്രൂപ്പ് ചെയ്യാം. ഏതൊക്കെയാണ് ആ 3 ഡൊമൈൻസ്? 3 ഡൊമൈൻസ്: ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ ആർക്കേയ ആൻഡ് ഡൊമൈൻ യൂക്കാരിയ ഓർ യൂക്കാരിയോട്ട. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 ഡൊമൈൻസ് നിങ്ങൾ കണ്ടു. ഈ ഡൊമൈൻസിനെയൊക്കെ ഞാൻ കണക്ട് ചെയ്ത് ഒരു കോമൺ ആൻസെസ്റ്ററിലോട്ട് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഓൾ ദീസ് 3 ഡൊമൈൻസ് ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം എ കോമൺ ആൻസെസ്റ്റർ. ഒരു കോമൺ ആൻസെസ്റ്ററി കാണിക്കുന്നുണ്ട് ഇവിടെ അല്ലേ. ദാറ്റ് മീൻസ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ ഒറിജിനേറ്റഡ് ഫ്രം എ കോമൺ ആൻസെസ്റ്റർ. മനസ്സിലായോ? ഓക്കെ, ഇനി ഈ ഡൊമൈൻ്റെ അടിയിലാണ്, ഡൊമൈൻ്റെ കീഴിലാണ് ബാക്കി കിങ്ഡംസ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡൊമൈൻ നമ്മൾ പറയുന്നു, അതിന്റെ അടിയിൽ കിങ്ഡംസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ എത്ര കിങ്ഡംസ് ആണ് ഉള്ളത്? ഇപ്പൊ ഈ 3 ഡൊമൈൻ കോൺസെപ്റ്റിന് ശേഷം നമ്മൾ എത്ര കിങ്ഡംസ് ആണ് പറയുക? 6 കിങ്ഡംസ് ആണ് പറയുക. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡൊമൈൻ ബാക്ടീരിയയിൽ വരുന്ന കിങ്ഡം, ഡൊമൈൻ ബാക്ടീരിയയുടെ അണ്ടറിൽ വരുന്ന കിങ്ഡം, കിങ്ഡം യു ബാക്ടീരിയ. ഡൊമൈൻ ആർക്കേയുടെ അണ്ടറിൽ വരുന്ന കിങ്ഡം, കിങ്ഡം ആർക്കെ ബാക്ടീരിയ. സോ കിങ്ഡം യു ബാക്ടീരിയ ആൻഡ് കിങ്ഡം ആർക്കെ ബാക്ടീരിയ. ഒന്നും പേടിക്കാനല്ല, 2 ഗ്രൂപ്പും ബാക്ടീരിയ തന്നെ, പ്രൊകാരിയോട്ടിക് ഓർഗാനിസംസ് തന്നെ. വിറ്റാക്കറിന്റെ കിങ്ഡം മൊനീറ ഇല്ലേ, കിങ്ഡം മൊനീറ,
അതിനെ അടിച്ചു പിരിച്ച് 2 ഗ്രൂപ്പാക്കി മാറ്റി, 2 ഡൊമൈൻ ആക്കി മാറ്റി, അല്ലെങ്കിൽ 2 കിങ്ഡംസ് ആക്കി മാറ്റി. കിങ്ഡം ആർക്കെ ബാക്ടീരിയ ആൻഡ് കിങ്ഡം യു ബാക്ടീരിയ. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെ ബാക്ടീരിയയും യു ബാക്ടീരിയയും. അപ്പൊ അത് കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങരുത്. ബാക്ടീരിയയുടെ 2 ഡിവിഷൻ ആണെന്ന് മനസ്സിലാക്കുക, 2 ഗ്രൂപ്പ്സ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ 2 കിങ്ഡംസ് കഴിഞ്ഞു. ഇനി ബാക്കി 4 കിങ്ഡംസ് അത് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് അണ്ടർ ഡൊമൈൻ യൂകാരിയ ഓർ യൂകാരിയോട്ട. ഏതൊക്കെ കിങ്ഡംസാ? കിങ്ഡം പ്രൊട്ടിസ്റ്റ ഓൺവേർഡ്സ്, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, അനിമേലിയ. ഓക്കെ. അപ്പം കിങ്ഡം ആർക്കെ ബാക്ടീരിയയിലും കിങ്ഡം യു ബാക്ടീരിയയിലും പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ദേ ആർ ഇൻക്ലൂഡഡ് അണ്ടർ ദീസ് 2 കിങ്ഡംസ്, ആർക്കെ ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആർക്കെ ബാക്ടീരിയയിലും യു ബാക്ടീരിയയിലും പ്രൊകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ബാക്ടീരിയ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ യൂണിസെല്ലുലാർ പ്രൊകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് ഈ 2 കിങ്ഡത്തിലും പെടുന്നതെങ്കിൽ എന്തിനാണ് ഈ ഡിസ്റ്റിങ്ഷൻ? എന്തിനാ ഇവരെ സെപ്പറേറ്റ് ചെയ്തത്? 2 പേരും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മുടെ വിറ്റാക്കർ കൊണ്ടിട്ട പോലെ കിങ്ഡം മുനറെ തന്നെ ഇട്ടാൽ പോരായിരുന്നു. എന്തിനാ അതിനെ പിരിച്ച് 2 ഗ്രൂപ്പ് ആക്കിയത്? 2 പേരും സെയിം ആണ്, പ്രൊകാരിയോട്സ് തന്നെയാണ് എങ്കിൽ എന്തിനാണ് ഈ ഡിഫറൻഷിയേഷൻ? അത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി ആർക്കെ ബാക്ടീരിയ എന്ന് പറയുന്നത് ഏൻഷ്യൻ ബാക്ടീരിയ ആണ്. ബാക്ടീരിയ തന്നെയാണെങ്കിലും അവർ ഏൻഷ്യൻ ബാക്ടീരിയ ആണ്. യു ബാക്ടീരിയ എന്ന് പറയുന്നതാണ് ട്രൂ ബാക്ടീരിയ. നമ്മൾ പറയുന്ന ട്രൂ ബാക്ടീരിയ യു ബാക്ടീരിയയിലാണ് വരുന്നത്. Okay, but both are unicellular prokaryotic organisms, or both include unicellular prokaryotic organisms. അല്ലേ? One is ancient and the other one is true. ഈ 3D കോൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ കുറച്ചൊരു കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ഫോർ ദോസ് ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ നീറ്റ് എക്സാമിനേഷൻ ആൻഡ് ദോസ് ഹു പ്രിഫർ ഹയർ സ്റ്റഡീസ് ഇൻ ലൈഫ് സയൻസ്. ഓക്കെ. 3 domain classification of life forms into 3 domains, അല്ലേ? And 6 kingdoms, mainly based on the differences in 16S RRNA structure. ഈ 3D കോൺസെപ്റ്റും 6 കിങ്ഡം ക്ലാസിഫിക്കേഷനും ഒക്കെ വരാനുള്ള ബേസിസ് എന്ന് പറയുന്നത് that is based on the differences in the 16S RRNA structure. RRNA എന്ന് പറയുന്നത് റൈബോസോമൽ RNA ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിൽ, അല്ലേ? 16S RRNA, 16S ribosomal RNA structure, as well as the cells membrane lipid structure and its sensitivity to antibiotics. ഇത്രയും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ 3 ഡൊമൈൻ കോൺസെപ്റ്റും 6 കിങ്ഡം ക്ലാസിഫിക്കേഷനും ഒക്കെ വരുന്നത്. ആൻഡ് RRNA എന്ന് പറയുന്നത് റൈബോസോമൽ RNA ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. RRNA പ്ലസ് പ്രോട്ടീൻസ് മേക്സ് ദ റൈബോസോം. റൈബോസോമിനെ റൈബോസോം ആക്കി മാറ്റുന്നത് RRNAയും കുറച്ച് പ്രോട്ടീൻസും കൂടെ ചേർന്നിട്ടാണ്. ഈച്ച് റൈബോസോം കമ്പോസ്ഡ് ഓഫ് RRNA പ്ലസ് പ്രോട്ടീൻസ്. പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കിയോ? RRNA is the first requirement for protein synthesis. നമുക്കറിയാം പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് റൈബോസോംസിലാണ്, അല്ലെ? സൈറ്റോപ്ലാസത്തിലെ റൈബോസോംസിലാണ്. സോ റൈബോസോംസ് ആർ നോൺ ആസ് ദ സീഡ്സ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന്റെ സീഡ്സ് എന്ന് പറയുന്നത് റൈബോസോംസ് ആണ്. സീറ്റ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് ആ സീറ്റില, റൈബോസോമില. ഓക്കെ. അപ്പൊ അതിൽ RRNA വേണം, അല്ലെ? RRNA ഈസ് ദ ഫസ്റ്റ് റിക്വയർമെന്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, അതായത് RRNA എങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടതെന്ന് മനസ്സിലാകണമെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ പഠിക്കണം, എങ്കിലേ മനസ്സിലാവും കേട്ടോ. സോ RRNA is the first requirement for protein synthesis in any living organism. ഏത് ലിവിങ് ഓർഗാനിസത്തിൽ ആണെങ്കിലും this is the first requirement for protein synthesis that makes difference among the organisms. ഓർഗാനിസംസിൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നത് ഈ RRNA ആണ്. നമുക്ക് ഈ ഡൊമൈൻസിനൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാം. 3 ഡൊമൈൻസ് ഉണ്ട്, അല്ലേ? ഡൊമൈൻ ബാക്ടീരിയ, ആർക്കേരിയ ആൻഡ് യൂകാരിയ. ഈ ഡൊമൈൻസിനെ ചില ഫീച്ചേഴ്സിന്റെ ബേസിസിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ്? ആ ഫീച്ചേഴ്സ് ഒക്കെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് പെപ്റ്റിഡോഗ്ലൈക്കാൻ സെൽ വോൾ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് പറയുന്നത്. എന്തായിരുന്നു ബാക്ടീരിയയുടെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ, പ്രൊകാരിയോട്ടിക് സെൽ, അല്ലേ? അത് നിങ്ങൾ പഠിച്ചപ്പോൾ ഈ പെപ്റ്റിഡോഗ്ലൈക്കാൻ കേട്ടിട്ടുണ്ട്. സെൽ വോളിലെ കോമ്പോണന്റ് ആണ് പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് പറയുന്നത്, അല്ലേ? ബാക്ടീരിയയുടെ സെൽ വോൾ ഇസ് കമ്പോസ്ഡ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻ. ഒരു കോംപ്ലക്സ് പോളിസാക്കറൈഡ് ആണ്. സോ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ ബാക്ടീരിയ. ഡൊമൈൻ ബാക്ടീരിയയിൽ പെപ്റ്റിഡോഗ്ലൈക്കാൻ സെൽ വോൾ ഉണ്ട്. പക്ഷെ ആർക്കേയിലും യൂകാരിയയിലും ഈ പെപ്റ്റിഡോഗ്ലൈക്കാൻ സെൽ വോൾ ഇല്ല. ആർക്കേയിൽ സെൽ വോൾ ഉണ്ട്, പക്ഷെ അതിൽ ഈ പെപ്റ്റിഡോഗ്ലൈക്കാന്റെ കണ്ടന്റ് ഇല്ല, പെപ്റ്റിഡോഗ്ലൈക്കാൻ അടങ്ങിയിട്ടില്ല. യൂകാരിയയിലും സെൽ വോൾ ഉള്ളവരുണ്ടല്ലേ? പ്ലാന്റ്സിന് സെൽ വോൾ ഉണ്ട്, ഫംഗസിന് സെൽ വോൾ ഉണ്ട്, ചില പ്രൊട്ടിസ്റ്റിന് സെൽ വോൾ ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും ഈ പെപ്റ്റിഡോഗ്ലൈക്കാൻ കണ്ടന്റ് വരുന്നില്ല, പെപ്റ്റിഡോഗ്ലൈക്കാൻ വരുന്നില്ല.
പ്ലാന്റ്സിലാണെങ്കിൽ സെൽ വോൾ ഈസ് മേഡപ്പ് ഓഫ് സെല്ലുലോസ്, ഫംഗസിലാണെങ്കിൽ സെൽ വോൾ ഈസ് മേഡപ്പ് ഓഫ് കൈറ്റിൻ അല്ലേ? അതെ. അടുത്ത ഫീച്ചർ ഇൻട്രോൺസ്. ഇൻട്രോൺസ് എന്ന് പറയുന്നത് നോൺ കോഡിംഗ് റീജിയൻസ് ഓഫ് DNA. നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിലെ ഇന്റർവീനിങ് സീക്വൻസസ് എന്ന് പറയും നോൺ കോഡിംഗ് റീജിയൻസ്. അത് ബാക്ടീരിയൽ ആബ്സെന്റ് ആണ്, ബാക്ടീരിയൽ ഇല്ല ഈ നോൺ കോഡിംഗ് റീജിയൻസ് അല്ലെങ്കിൽ ഇന്റർവീനിങ് സീക്വൻസസ് ഇല്ല. പക്ഷേ ആർക്കെയിൽ ചില ജീൻസിൽ ഇത് പ്രസന്റ് ആണ്, എല്ലായിടത്തും ഇല്ല, ചില ജീൻസിൽ ഇത് പ്രസന്റ് ആണ്. ആൻഡ് യൂക്കാരിയയിൽ ഇൻട്രോൺസ് ഡെഫിനറ്റ്ലി ഉണ്ട്. അടുത്ത വർഷം നിങ്ങൾ പഠിക്കും ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് DNA-ൽ നിന്നും RNA ഫോം ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾ എക്സോൺസും ഇൻട്രോൺസും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ജസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കുക, ദീസ് ആർ ദ നോൺ കോഡിംഗ് റീജിയൻസ് ഓഫ് DNA. അത് ആരിലില്ല? ബാക്ടീരിയയിലില്ല, ബാക്കി 2 ഗ്രൂപ്പിലും ഉണ്ട് അല്ലേ? ദെൻ ന്യൂക്ലിയർ എൻവലപ്പ്, അത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ പറയാം. ന്യൂക്ലിയർ എൻവലപ്പ് ഈ ബാക്ടീരിയയിലും ആർക്കെയിലും ഇല്ല, ദേ ആർ പ്രൊകാരിയോട്സ് അല്ലേ? സോ ന്യൂക്ലിയർ എൻവലപ്പ് ഈസ് ആബ്സെന്റ്. യൂക്കാരിയയിൽ ന്യൂക്ലിയർ എൻവലപ്പ് ഡെഫിനറ്റ്ലി ഉണ്ട്. ദെൻ നമ്പർ ഓഫ് ഡിഫറെന്റ് RNA പോളിമറൈസസ്. RNA പോളിമറൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആണ്, ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ട്രാൻസ്ക്രിപ്ഷൻ. DNA-ൽ നിന്നും RNA ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട എൻസൈം ആണ് RNA പോളിമറൈസ്. അതിന്റെ നമ്പറാണ് ഇനി പറയുന്നത്, അത് എത്ര വേണം എന്ന് ഈ ഓരോ ഡൊമൈനിലും. ബാക്ടീരിയയിൽ ഒറ്റ ഒരു RNA പോളിമറൈസ് മതി ട്രാൻസ്ക്രിപ്ഷന്. പക്ഷേ ആർക്കെയിലും യൂക്കാരിയയിലും സെവറൽ RNA പോളിമറൈസസ് ഉണ്ട്. നിങ്ങൾ അടുത്ത വർഷം വീണ്ടും ഞാൻ പറയാം, അടുത്ത വർഷം പഠിക്കുന്നുണ്ട്. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുക. RNA പോളിമറൈസ് 1, 2, 3, 4 ട്രാൻസ്ക്രൈബിങ് ഡിഫറെന്റ് RNAs ലൈക്ക് tRNA, mRNA, rRNA എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. അടുത്ത ഫീച്ചർ റൈബോസോം. റൈബോസോം പ്രൊകാരിയോട്സിൽ അത് നിങ്ങൾ പഠിച്ചു. പ്രൊകാരിയോട്ടിക് റൈബോസോം എത്ര എസിലാ പറയുക? 70S അല്ലേ? അപ്പൊ ബാക്ടീരിയയ്ക്കും ആർക്കെയ്ക്കും 70S റൈബോസോംസ് ആണ്. യൂകാരിയയ്ക്ക് 80S റൈബോസോം ആണ് ഇൻ ദ സൈറ്റോപ്ലാസം. അത് മൈറ്റോകോൺട്രിയയിലേക്ക് ക്ലോറോപ്ലാസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അതിനകത്തുള്ള റൈബോസോം അല്ലേ, അതിലെ റൈബോസോമിന്റെ അത് എത്രയാണ്? അത് 70S ആണ്. അപ്പൊ ജനറലി യൂകാരിയോട്സിന് നമ്മൾ 80S റൈബോസോം എന്നാണ് പറയുക, സൈറ്റോപ്ലാസത്തിലെ റൈബോസോം എടുത്തിട്ടാണ് പറയുക. ഇപ്പൊ ബാക്ടീരിയയിലും ആർക്കെയിലും 70S, യൂകാരിയയിൽ ഇറ്റ് ഇസ് 80S. ആൻഡ് ആർക്കെയിലെ റൈബോസോം അതിന്റെ ലാർജർ സബ് യൂണിറ്റ് ഓർ LSU is more similar to യൂകാരിയ. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചു. ദെൻ റെസ്പോൺസ് ടു ആന്റിബയോട്ടിക്സ് ലൈക്ക് സ്ട്രെപ്റ്റോമൈസിൻ ആൻഡ് ക്ലോറാംഫെനിക്കോൾ. ഈ ആന്റിബയോട്ടിക്സിനോട് ഈ 3 ഡൊമൈൻസും എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്? ഡെഫിനറ്റ്ലി ബാക്ടീരിയ വിൽ റെസ്പോണ്ട് ടു ആന്റിബയോട്ടിക്സ്. സ്ട്രെപ്റ്റോമൈസിനോടും ക്ലോറാംഫെനിക്കോളിനോടും അത് റെസ്പോണ്ട് ചെയ്യും. ആൻഡ് ദർ ഗ്രോത്ത് വിൽ ബി ഇൻഹിബിറ്റഡ്. ബാക്ടീരിയയുടെ ഗ്രോത്ത് ഈ ആന്റിബയോട്ടിക്സിൽ ഇൻഹിബിറ്റഡ് ആകും. പക്ഷേ ആർക്കെയും യൂകാരിയയും they will not respond to these antibiotics. That means their growth will not be inhibited. Okay. Last one is membrane lipid structure. അത് ബാക്ടീരിയയിൽ അൺബ്രാഞ്ച്ഡ് ആണ്. ബാക്ടീരിയയിൽ മാത്രമല്ല, ബാക്ടീരിയയിലും നമ്മൾ യൂകാരിയയിലും അൺബ്രാഞ്ച്ഡ് ആണ്, ആർക്കെയിൽ ബ്രാഞ്ച്ഡ് ആണ്. ബ്രാഞ്ച്ഡ് ലിപ്പിഡ് സ്ട്രക്ചർ ആണ് അവർക്കുള്ളത്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് വെച്ച് നമ്മൾ ഈ 3 ഡൊമൈൻസിനെ കമ്പയർ ചെയ്തു. ആൻഡ് ഇത് മാത്രമല്ല, വേറെയും കുറെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് കമ്പാരിസൺ വന്നിട്ടുണ്ട്. 3 ഡൊമൈൻസിന് നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യമുണ്ട്, ഒരു നഗ്ന സത്യമുണ്ട്. ആർക്കെയ ഈസ് മോർ സിമിലർ ടു യൂകാരിയ ഈവൻ ദോ ദേ ആർ പ്രൊകാരിയോട്സ്. ഓക്കെ, ആർക്കെയ മോർ സിമിലർ ടു യൂകാരിയ ദാൻ ദ ബാക്ടീരിയ. ശരിക്കും ആർക്കെയ എന്ന് പറയുന്നത് പ്രൊകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് അല്ലെ, ബാക്ടീരിയ പോലെ തന്നെയുള്ള ഓർഗാനിസംസ് ആണ്, ബാക്ടീരിയ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവർക്ക് ആരുമായിട്ടാണ് കൂടുതൽ കണക്ഷൻ ഉള്ളത്, കൂടുതൽ സിമിലാരിറ്റി ഉള്ളത്? നമ്മളുമായിട്ട്, യൂകാരിയോട്സുമായിട്ട്. ആൻഡ് വി ബിലീവ് ദാറ്റ് യൂകാരിയോട്സ് ഇവോൾവ്ഡ് ഫ്രം ആർക്കെയ. നമ്മൾ ഇവോൾവ് ചെയ്തത് ആർക്കെയിൽ നിന്നാണെന്ന് വിചാരിക്കുന്നു, ഏൻഷ്യൻ ബാക്ടീരിയയിൽ നിന്നാണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ റൈബോസോമിന്റെ കാര്യം പറഞ്ഞു, ജസ്റ്റ് 2 റൈബോസോംസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രൊകാരിയോട്ടിക് റൈബോസോം, അടുത്തത് യൂകാരിയോട്ടിക് റൈബോസോം. ഇതില് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു റൈബോസോമിൽ ഒരു ലാർജർ സബ് യൂണിറ്റ്, ഒരു സ്മോളർ സബ് യൂണിറ്റ് ഉണ്ടായിരിക്കും അല്ലെ. ലാർജർ സബ് യൂണിറ്റിനെ LSU എന്ന് പറയാം, സ്മോളർ സബ് യൂണിറ്റിനെ SSU എന്ന് പറയാം. പ്രൊകാരിയോട്ടിക് റൈബോസോം ഈസ് 70S, യൂകാരിയോട്ടിക് റൈബോസോം ഈസ് 80S. ഇനി പ്രൊകാരിയോട്ടിക് റൈബോസോമിലേക്ക് വരുമ്പോൾ അതിന്റെ ലാർജർ സബ് യൂണിറ്റ് 50Sഉം സ്മോളർ സബ് യൂണിറ്റ് 30Sഉം ആണ്. ആൻഡ് ഓൾ ടുഗദർ ഇറ്റ് ഈസ് 70S. ആൻഡ് ഈ S എന്താണ്? S സ്റ്റാൻഡ് ഫോർ, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടേ, നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് അത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിൽ. S സ്റ്റാൻഡ് ഫോർ സ്വെഡ്ബർഗ് യൂണിറ്റ് ഓർ സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്.
ഓക്കെ, അപ്പോൾ പ്രൊക്കാരിയോട്സിന്റെ ലാർജർ സബ് യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ RNAs ഒന്ന് നോക്കിക്കുക. അതിൽ വരുന്ന 2 ടൈപ്പ് ഓഫ് RNAs ഉണ്ട്. ഒന്ന് 23S rRNA, അടുത്തത് 5S rRNA. 23S rRNA പ്ലസ് 5S rRNA ആൻഡ് സം പ്രോട്ടീൻസ്. എത്ര പ്രോട്ടീൻസ് ഉണ്ട്? ഏകദേശം ഒരു കണക്കാണ് പറയുന്നത്, 34 പ്രോട്ടീൻസ്. സ്മോളർ സബ് യൂണിറ്റിൽ ഒരു കൈൻഡ് ഓഫ് RNA ഉള്ളൂ, rRNA ഉള്ളൂ, ദാറ്റ് ഈസ് 16S rRNA പ്ലസ് 21 പ്രോട്ടീൻസ്. ഓക്കെ, ആൻഡ് യൂകാരിയോട്സിലെ ലാർജർ സബ് യൂണിറ്റ് 60S സ്മോളർ സബ് യൂണിറ്റ് 40S ആൻഡ് ഓൾ ടുഗദർ ഇറ്റ് ഈസ് 80S റൈബോസോം. അതിന്റെ ലാർജർ സബ് യൂണിറ്റിൽ 3 ടൈപ്സ് ഓഫ് rRNAs ഉണ്ട്, ലൈക്ക് 28S rRNA, മറ്റടുത്തത് 23S ആയിരുന്നു അല്ലേ. ഇവിടെ 28S rRNA പ്ലസ് ഇവിടെയും 5S rRNA ഉണ്ട്, ആൻഡ് അത് കൂടാതെ 1 more RNA കൂടെ ഉണ്ട്, അതേതാണ് 5.8S rRNA പ്ലസ് 50 പ്രോട്ടീൻസ്. സ്മോളർ സബ് യൂണിറ്റിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 18S rRNA, മറ്റടുത്ത് അത് 16S rRNA ആയിരുന്നു. സോ 18S rRNA പ്ലസ് 33 പ്രോട്ടീൻസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ട്രഡീഷണൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ അതിന്റെ കുഴപ്പം എന്തായിരുന്നു? നമ്മൾ ഓർഗാനിസംസിനൊക്കെ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും കൺസിഡർ ചെയ്യാതെ ക്ലാസിഫൈ ചെയ്തു. അതുകൊണ്ടാണ് ബാക്ടീരിയയും ഫംഗസും പ്ലാന്റ്സും ഒക്കെ ഒറ്റൊരു ഗ്രൂപ്പിൽ പെട്ടത്. അപ്പോൾ അന്ന് നമ്മൾ ലിവിങ് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഇവരൊക്കെ ഒറ്റ ഗ്രൂപ്പിൽ വരാൻ കാരണം ഇവർക്കൊക്കെ സെൽ വോൾ ഉണ്ട് എന്നതുകൊണ്ടാണ്. സെൽ വോൾ ഉണ്ട്, ബാക്ടീരിയയ്ക്ക് സെൽ വോൾ ഉണ്ട്, ഫംഗസിന് സെൽ വോൾ ഉണ്ട്, പ്ലാന്റ്സിനും സെൽ വോൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ നമ്മൾ കിങ്ഡം പ്ലാന്റിനെ കൊണ്ടിട്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഒറ്റ ഗ്രൂപ്പിലാക്കിയത്. അപ്പോൾ അങ്ങനെ സെൽ വോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഗ്രൂപ്പിൽ വന്നപ്പോൾ മറ്റു പല ക്യാരക്ടറിസ്റ്റിക്സിലും അവർ ഡിഫറെൻ്റ് ആയിരുന്നു. കുറച്ചുപേര് യൂണിസെല്ലുലർ ആയിരുന്നു, കുറച്ചുപേര് മൾട്ടിസെല്ലുലർ ആയിരുന്നു, കുറച്ചുപേര് ഫോട്ടോസിന്തറ്റിക് ആയിരുന്നു, കുറച്ചുപേര് നോൺ ഫോട്ടോസിന്തറ്റിക് ആയിരുന്നു അല്ലേ. അപ്പോൾ പല കാര്യങ്ങളും ഡിഫറൻസസ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരു സിമിലാരിറ്റി നോക്കിക്കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളിലും ഡിഫറൻസസ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒരു എക്സാമ്പിൾ അല്ല 1-2 എക്സാമ്പിൾസ് ഉണ്ടെന്ന് തോന്നുന്നു. ക്ലമൈഡോമോണസും സ്പൈറോഗൈറി രണ്ടുപേരും ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആണ്. നേരത്തെ ഇവർ ആൽഗയിലാണ് ഉൾപ്പെട്ടിരുന്നത്. ദേ വർ ഇൻക്ലൂഡഡ് അണ്ടർ ആൽഗെ, ആൻഡ് ലേറ്റർ നമ്മൾ മനസ്സിലാക്കുന്നു ക്ലമൈഡോമോണസ് ഇസ് സിംഗിൾ സെല്ലുലാർ ആൻഡ് സ്പൈറോഗൈറി ഇസ് മൾട്ടി സെല്ലുലാർ, ഈവൻ ദോ ദേ വർ ഫോട്ടോസിന്തറ്റിക്. രണ്ടും ഫോട്ടോസിന്തറ്റിക് ആണ്. ക്ലമൈഡോമോണസിനെ നമ്മൾ കിങ്ഡം പ്രൊട്ടിസ്റ്റിലേക്ക് പിന്നെ മാറ്റുവാണ്. ക്ലമൈഡോമോണസ് എങ്ങോട്ട് മാറി? കിങ്ഡം പ്രൊട്ടിസ്റ്റിലേക്ക്. ദേ വർ യൂണിസെല്ലുലാർ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. ആൻഡ് ക്ലോറല്ലയുടെ കാര്യം പറയുന്നുണ്ട്. ക്ലോറല്ലനെ നമ്മൾ ഗ്രീൻ ആൽഗെ എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ അവരും കിങ്ഡം പ്രൊട്ടിസ്റ്റിലേക്ക് മൂവ് ചെയ്തു. ക്ലോറല്ല ഇവരൊക്കെ നേരത്തെ ആൽഗയിൽ ഉൾപ്പെടാൻ കാരണം ഇതേപോലെ സെൽ വോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ പിന്നെ നമ്മൾ ഇവരെ എടുത്ത് മാറ്റി കിങ്ഡം പ്രൊട്ടിസ്റ്റിലേക്ക് കൊണ്ടിടുന്നു. ചിലവർ ഇപ്പോഴും പ്രൊട്ടിസ്റ്റയുടെ കൂടെ ഇവരെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ക്ലോറല്ല അതിനെയൊന്നും കിങ്ഡം പ്രൊട്ടിസ്റ്റിൽ ഇപ്പോഴും ഉൾപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. ആൻഡ് സ്പൈറോഗൈറ മൾട്ടി സെല്ലുലാർ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആൻഡ് ദേ ഹാവ് ഇൻക്ലൂഡഡ് അണ്ടർ ആൽഗെ. ആൻഡ് അതേപോലെ അമീബ, പാരമീഷ്യം പോലെയുള്ള ഓർഗാനിസംസ് അവരെ നമ്മൾ പ്രോട്ടോസോവൻസ് എന്നാണ് വിളിക്കുക. ഇവർ നേരത്തെ ആനിമൽ കിങ്ഡത്തിലാണ് ഉൾപ്പെട്ടിരുന്നത്. നിങ്ങൾ കണ്ടായിരുന്നു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലേ. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് സെൽ വോൾ. സെൽ വോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ നമ്മൾ കിങ്ഡം അനിമേലിയയിലാണ് കൊണ്ടിട്ടിരുന്നത്. ലേറ്റർ നമ്മൾ ഇവരെ എങ്ങോട്ട് മൂവ് ചെയ്യിപ്പിച്ചു? കിങ്ഡം പ്രൊട്ടിസ്റ്റയിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചു. അപ്പോൾ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ ക്ലമൈഡോമോണസ്, ക്ലോറല്ല പോലെയുള്ള യൂണിസെല്ലുലാർ ആൻഡ് സെൽവോൾ ഉള്ള ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. അതേപോലെ സെൽവോൾ ഇല്ലാത്ത നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസംസും ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ തൊട്ട് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരെ എത്തിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. ഈ ഒരു കോൺസെപ്റ്റിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. കിങ്ഡം പ്ലാന്റേയും കിങ്ഡം അനിമേലിയയും തുടക്കം തൊട്ട് ഇപ്പോൾ വരെ ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. എന്തിലാണ് മാറ്റം വന്നത്? നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മാറ്റം വന്നത്. അതായത് ഏതൊക്കെ ഓർഗാനിസംസ് ആണ് കിങ്ഡം പ്ലാന്റയിൽ ഉൾപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ഓർഗാനിസംസ് ആണ് കിങ്ഡം അനിമേലിയയിൽ ഉൾപ്പെടേണ്ടത് എന്നൊരു കോൺസെപ്റ്റാണ് നമ്മൾ മാറ്റിയത് അല്ലേ. സോ അതിനനുസരിച്ച് പുതിയ പുതിയ കിങ്ഡംസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു. ആൻഡ് ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ്, അല്ലെങ്കിൽ ക്ലാസിഫയിങ് ഓർഗാനിസംസ് എന്നൊരു കാര്യം നമ്മൾ ഇവിടെ കൊണ്ടൊന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇനിയും ഓർഗാനിസംസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് ഇൻ ഫ്യൂച്ചർ ഓൾസോ പുതിയ പുതിയ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ഫോം ചെയ്യാം. അത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനനുസരിച്ചിരിക്കും. നമ്മൾ എത്രമാത്രം ഓർഗാനിസംസിനെ കുറിച്ചും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും മനസ്സിലാക്കുന്നു, അതിനനുസരിച്ചിരിക്കും പുതിയ പുതിയ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത്.